നമ്മോടൊപ്പം അതിഥിയുണ്ട്. PK ഷറഫുദ്ദീൻ, ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ഷറഫുദ്ദീൻ, ഇപ്പോൾ വാർഡ് വിഭജനം എന്നുള്ളത് പൂർണ്ണമായും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിൽ സർക്കാരിന് പങ്കില്ല എന്നാണ് സർക്കാരിന്റെ വാദം. യഥാർത്ഥത്തിൽ ഇപ്പോൾ CPM-നെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ലീഗ് ഉന്നയിക്കുന്നു, BJP ഉന്നയിക്കുന്നു, കോൺഗ്രസ് ഉന്നയിക്കുന്നു. നിയമ പോരാട്ടത്തിലേക്ക് പോലും കാര്യങ്ങൾ പോവുകയാണ്. ഈ വാർഡ് വിഭജനത്തിൽ ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാതെ ഈ വാർഡ് വിഭജനം പൂർത്തിയാക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കാറുണ്ടോ? ഇവിടെ പ്രധാന പ്രശ്നം ഇത്തരത്തിലൊരു വാർഡ് വിഭജനം ഇപ്പോൾ അനാവശ്യമാണ് എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് നേരത്തെ എടുത്തിട്ടുള്ളത്. കാരണം കേരളത്തിൽ ഇപ്പോൾ നടക്കേണ്ടത് വാർഡുകളുടെ എണ്ണം കൂട്ടലല്ല. കേരളത്തിൽ നടക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ പുതുതായി രൂപീകരിക്കുകയാണ്. കാരണം ആർട്ടിക്കിൾ 243C പ്രകാരം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനസംഖ്യ, വാർഡുകളുടെ ജനസംഖ്യ കഴിയാവുന്നിടത്തോളം ഒന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ അത് ചില സ്ഥലത്ത് പ്രായോഗിക പ്രയാസം ഉണ്ടാവും. വലിയ ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങളിലൊക്കെ, ജനസംഖ്യ കുറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ അതിൽ മാറ്റം വരുത്തേണ്ടി വരും. എന്നാൽ സമാനമായ ഭൂവിസ്തൃതിയുള്ള അടുത്തടുത്തുള്ള പഞ്ചായത്തുകളിൽ പോലും വലിയ അന്തരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ ശരാശരി ഒരു വാർഡിലെ ഇപ്പോഴുള്ള വാർഡ് വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാർഡിലെ ജനസംഖ്യ 1503 എന്നാൽ കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ വരുന്ന ജനസംഖ്യ 2851. അപ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനം, അവിടെ പുതിയ തദ്ദേശ സ്ഥാപനം രൂപീകരിച്ചാൽ മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക, ജനങ്ങൾക്ക് സേവനം കൃത്യമായി ലഭിക്കുക. പക്ഷേ ഇവിടെ നടക്കുന്നത് വെറും 2553 പോപ്പുലേഷനുള്ള ഇടമുലക്കുടി ഗ്രാമപഞ്ചായത്തിൽ അവിടെ പോലും വാർഡിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തിയാണ്. 14 വാർഡാക്കി വർദ്ധിപ്പിക്കുമ്പോൾ 159 അവിടെ ഒരു വാർഡിൽ വരുന്ന പോപ്പുലേഷൻ. അപ്പോൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം തന്നെ തെറ്റാണ്. ഇതിനെ നിയമ നടപടിയിലേക്ക് നീങ്ങുകയല്ല, മുസ്ലിം ലീഗ് നീങ്ങിക്കഴിഞ്ഞു. അതിലൊരു കേസിൽ ലീഗിൻ്റെ സ്റ്റാൻഡിന് അനുകൂലമായി വിധി വന്നു കഴിഞ്ഞു. 1200 തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡ് വിഭജിക്കുക എന്നുള്ള സർക്കാർ നിലപാട് ഇപ്പോൾ മാറ്റേണ്ടി വന്നു. അതിൽ ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയെ മുസ്ലിം ലീഗ് പ്രതിനിധികൾ നൽകിയ കേസിൻ്റെ ഭാഗമായി അതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. അതിനുള്ള പ്രധാന കാരണം ലീഗ് പ്രധാനമായിട്ട് 3 കേസാണ് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ വിധി അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കെയാണ്. വാദം പൂർത്തിയായിട്ടുണ്ട്. ഒന്ന്, കേരളത്തിൽ 55 ഗ്രാമപഞ്ചായത്തുകളിലും 8 മുനിസിപ്പാലിറ്റികളിലും വാർഡിൻ്റെ എണ്ണം വർദ്ധിക്കുന്നില്ല ജനസംഖ്യൻ്റെ അടിസ്ഥാനത്തിൽ. എന്തിനാണ് അവിടെ പുതുതായിട്ട് വാർഡ് വിഭജനം നടത്തേണ്ട കാര്യം? അതിലാണ് കോടതിയെ സമീപിച്ചപ്പോൾ ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയെ മാത്രം വാർഡ് വിഭജനത്തിൽ നിന്ന് ഒഴിവാക്കി ഡീലിമിറ്റേഷൻ സമിതി കേസ് പരിഗണിക്കുന്നതിൻ്റെ അടുത്ത ദിവസം ഉത്തരവിറക്കുന്ന സമീപനമുണ്ടായി. അവരെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതിന് പറഞ്ഞത് അവിടെ 2011 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ വാർഡ് വിഭജനം നടക്കുകയും അതോടൊപ്പം തന്നെ വാർഡിൻ്റെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രത്യേകമായ ഒരു ഉത്തരവിറക്കി അവരെ ഇപ്പോൾ വാർഡ് വിഭജനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ 55 ഗ്രാമപഞ്ചായത്തുകളിലും ബാക്കി വരുന്ന 8 മുനിസിപ്പാലിറ്റിയിലും വാർഡ് വിഭജനത്തിൻ്റെ ആവശ്യമില്ല. അത് കോടതിയുടെ പരിഗണനയിലാണ്. അതുപോലെ തന്നെ 2011 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർഡ് വിഭജനം നടക്കുന്നത്. ഈ 2011 പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 24 മുനിസിപ്പാലിറ്റികളിൽ 2015 വാർഡ് വിഭജനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഒരേ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ 2 തവണ വാർഡ് വിഭജനം നടക്കുന്നത്? അത് കോടതിയുടെ പരിഗണനയിലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 243C പ്രകാരം കഴിയാവുന്നിടത്തോളം പോപ്പുലേഷൻ ഒന്ന് തന്നെ ആയിരിക്കണം. അതുമൂലം പ്രതിസന്ധി നേരിടുന്ന ഗ്രാമപഞ്ചായത്തുകൾ, ഒളവണ്ണ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ നടപടി തന്നെ, സർക്കാർ എടുത്ത നടപടി തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുകൂലമായിട്ടാണ് ഈ വാർഡ് വിഭജനം നടത്തുന്നത് എന്നെങ്ങനെ നിങ്ങൾ സ്ഥാപിക്കും? അശാസ്ത്രീയമാണ് എന്നുള്ള കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എങ്ങനെയാണ് പറയാം. അതായത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ CPM-ന് മാത്രം ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട്. പ്രാദേശിക CPM നേതൃത്വങ്ങൾക്കൊക്കെ ഓരോ ഗ്രാമപഞ്ചായത്തിലും എത്ര എണ്ണം വാർഡ് വർദ്ധിക്കും, പരമാവധി വാർഡിൻ്റെ എണ്ണം ഗ്രാമപഞ്ചായത്ത് 24 ആവും. സർക്കാർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പ്രാദേശിക തലത്തിൽ CPM-ന് അതിൻ്റെ വിവരം കിട്ടുകയാണ്. എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് നിന്ന് രജിസ്റ്ററിൻ്റെ പകർപ്പെടുത്തുകൊണ്ട് പ്രാദേശിക തലത്തിൽ വാർഡ് വിഭജനത്തിൻ്റെ പ്രപ്പോസൽ CPM മാസങ്ങൾക്ക് മുമ്പേ തയ്യാറായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വന്ന ശേഷം പറയുന്നത് ഒക്ടോബർ 1 അടിസ്ഥാനമാക്കി അസസ്മെൻറ്റ് രജിസ്റ്റർ പ്രകാരമുള്ള വാർഡ് വിഭജനം നടത്താൻ പറയുന്നു. പക്ഷേ അതിൻ്റെ മുമ്പേ തന്നെ പ്രപ്പോസൽ തയ്യാറാക്കി പുതിയ കെട്ടിട നമ്പർ കൂടി ആഡ് ചെയ്ത് പരിഷ്കരിച്ചുകൊണ്ട് അവർ സെക്രട്ടറിക്ക് നൽകുന്ന സമീപനമാണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ
ഒന്നിനാണ് ക്യൂഫീൽഡ് ആപ്പിൽ മാപ്പ് നൽകാൻ സെക്രട്ടറിമാരോട് പറയുന്നത്. വെറും 21 ദിവസം കൊണ്ട് സെക്രട്ടറിമാർക്ക് എങ്ങനെ തയ്യാറാക്കാൻ സാധിക്കും? അപ്പോൾ വളരെ പരിമിതമായ സമയം സെക്രട്ടറിമാർക്ക് നൽകുന്നു. എന്നിട്ട് പാർട്ടി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പ്രപ്പോസൽ സെക്രട്ടറിമാർക്ക് നൽകുന്നു. അത് സെക്രട്ടറിമാരെ കൊണ്ട് ഭരണ സ്വാധീനത്തിൽ നിർബന്ധിച്ച് പ്രപ്പോസൽ സമർപ്പിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു. ഈ പ്രപ്പോസൽ സമർപ്പിക്കേണ്ടതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിൽ സെക്രട്ടറിമാരുടെ വ്യാപകമായ സ്ഥലം മാറ്റം നടക്കുന്നു. ചില പഞ്ചായത്തുകളിലേക്ക് മറ്റു പഞ്ചായത്തിലുള്ള സെക്രട്ടറിമാർക്ക് ചുമതല നൽകുന്നു. ഈ പ്രവർത്തനമൊക്കെ വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അതുകൊണ്ട് CPM പാർട്ടി ഓഫീസിൽ നിന്ന് പ്രപ്പോസൽ തയ്യാറാക്കിയ സെക്രട്ടറി അതിൻ്റെ കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തിന് സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ മാപ്പ് മാത്രമല്ല, മാപ്പിലും കൃത്രിമം നടന്നിട്ടുണ്ട്, മാപ്പ് മാത്രമല്ല പരിശോധിക്കേണ്ടത്. കാരണം ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത് ടോട്ടൽ ആ തദ്ദേശ സ്ഥാപനത്തിലുള്ള പോപ്പുലേഷനെ ടോട്ടൽ വാർഡ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുകയായിരിക്കണം ഒരു വാർഡിൻ്റെ ജനസംഖ്യ. അതിൽ നിന്ന് 10% കൂടുകയും കുറയുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് കാരണം വേണം. ഒരതിര് കൃത്യമായി ആ ശരാശരി ജനസംഖ്യയിൽ ഒരു വാർഡിൻ്റെ അതിര് ലിമിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ആ അതിര് കിട്ടുന്നത് വരെ ആ വാർഡിൻ്റെ വിസ്തൃതി നീട്ടാം. പക്ഷേ അത് 10% കൂടുകയോ കുറയുകയോ ചെയ്യരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് എന്താ? UDF സ്വാധീനമുള്ള മേഖലയിൽ അത് 10% ഉയർത്തുന്നു. LDF സ്വാധീനമുള്ള മേഖലയിൽ അത് 10% താഴോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ LDF സ്വാധീനമുള്ളിടത്ത് കൂടുതൽ വാർഡുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു. UDF മേഖലകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വാർഡായിട്ട് കൃത്രിമമായി രൂപപ്പെടുത്തുന്നു. ഇത് എല്ലായിടത്തും വ്യക്തമാണ്. മാത്രമല്ല ഈ 10% അധികമെന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ അവിടെ പരമാവധി ഒരു വാർഡിൽ വരാവുന്ന വീടിൻ്റെ എണ്ണം 730. അപ്പോൾ ഒരു വാർഡിൽ കൊടുത്തു 730. പക്ഷേ ആ വാർഡിനകത്ത് അനുബന്ധം 2A പ്രകാരം ചേർത്തിരിക്കുന്ന കെട്ടിട നമ്പറുകൾ കൃത്യമായി എണ്ണി നോക്കിയപ്പോൾ 990 വീടുകൾ ആ വാർഡിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ 230-60 വീടുകൾ എന്ത് ചെയ്തു? മറച്ചു വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് 48% ആ വീടിൽ പോപ്പുലേഷൻ അധികമായി വരുന്നത്. പരമാവധി 10 കൂടാൻ പറ്റുള്ളൂ, അതിന് തന്നെ കാരണം വേണം. 48% അധികം വരുന്നു. ഇങ്ങനെ കേരളത്തിൽ ഉടനീളം മഞ്ചേരി പറഞ്ഞു, കൊടുവള്ളി പറഞ്ഞു, കണ്ടില്ലേ, ഒരു നിലക്കും ബന്ധപ്പെടാത്ത 2 ഭൂപ്രദേശങ്ങളെ ഒരു പ്രദേശത്ത് റൗണ്ടിൽ ഒരു പ്രദേശത്ത് എടുക്കുന്നു. എന്നിട്ട് ഒരു നീർച്ചാല് പോലെ ഒരു അതിരിട്ട് കൊണ്ടുപോയിട്ട് മറ്റൊരു ഭൂപ്രദേശത്ത് നിന്ന് ഒരു റൗണ്ടിൽ ഒരു പ്രദേശത്ത് എടുക്കുന്നു. അതാണ് ഒരു വാർഡ്. എങ്ങനെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ സാധിക്കും? ശരി, അപ്പോൾ വാർഡ് വിഭജനത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെടുന്നു, ഭരണഘടനാ വിരുദ്ധമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള വാദമാണ്. ഷറഫുദ്ദീൻ, ഞാൻ തിരിച്ച് അടുത്ത ഘട്ടത്തിൽ വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ സ്ഥലങ്ങളിലെ സാഹചര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്.